ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പ്രഗ്നൻസി എങ്ങനെ ആസ് ഫാസ്റ്റ് ആസ് പോസിബിൾ മനസ്സിലാക്കൽ. ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞുതരാം ഒരു പ്രഗ്നൻറ്റ് ലേഡിക്ക് സംഭവിക്കുന്ന മാറ്റങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, സ്ത്രീകളാക്കുന്ന ഹോർമോണാണ് ഈസ്ട്രോജൻ. അതുപോലെ പ്രഗ്നൻസി സമയത്ത് കൂടുന്ന ഹോർമോണാണ് പ്രൊജസ്ട്രോൺ. ഈ ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും മദറിൻ്റെ ശരീരത്തിൽ കൂടുമ്പോഴാണ് ഈ പ്രഗ്നൻസിയുടെ കംപ്ലീറ്റ് ചേഞ്ചുകൾ ഉണ്ടാകുന്നത്. അത് 1 by 1 ആയിട്ട് ഞാൻ പറഞ്ഞു തരാൻ പോവാണ്. ഒരു ലേഡി ഹോസ്പിറ്റലിൽ എത്തുന്നത് എപ്പോഴാണ്? ആംനോറിയ എന്നറിയപ്പെടുന്ന മെൻസസ് നിൽക്കുമ്പോൾ. അതെപ്പോഴാണ് നിൽക്കുക അറിയാം നിങ്ങൾക്ക്? അത് നിൽക്കുന്നത്, അതായത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ലേഡിയിൽ പീരിയഡ്സ് വളരെ റെഗുലറായിട്ട് പോകുമ്പോൾ പെട്ടെന്നൊരു ദിവസം എന്ത് ചെയ്തു? ആംനോറിയ സംഭവിച്ചു. അങ്ങനെ ആംനോറിയ സംഭവിച്ചാൽ ഉടനെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്യണം. അവിടെ നിൽക്കട്ടെ, ഇതിനു മുമ്പ് കുറേ കാര്യങ്ങൾ വരും. ഇതിന് ആംനോറിയ സംഭവിച്ചെങ്കിലും മെൻസ്ട്രേഷൻ്റെ അതുപോലത്തെ ഒരു വയറുവേദന ഇതിൻ്റെ സാധാരണ പ്രഗ്നൻസിയുടെ ലക്ഷണമാണ്. അപ്പോൾ മെൻസ്ട്രേഷൻ ഇല്ല, പക്ഷെ മെൻസ്ട്രേഷൻ്റെ പോലത്തെ ഒരു വയറുവേദന ഉണ്ട്. ബ്ലീഡിങ് ഇല്ല, പക്ഷെ ഒരു സിംഗിൾ സ്പോട്ട് ബ്ലീഡിങ് ഉണ്ടാവും. അതിന് കാരണം നമ്മുടെ കുട്ടിയുടെ ആദിമ കോശങ്ങൾ നമ്മുടെ യൂട്രസിൽ പറ്റിപ്പിടിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സ്പോട്ട് ബ്ലീഡിങ് ഉണ്ടാകുന്നത്. പിന്നെ നല്ല ക്ഷീണം തോന്നും. ഓക്കെ, ഇപ്പോൾ ക്ഷീണം തോന്നുന്നത് പ്രഗ്നൻസി കാരണം മാത്രമല്ല, BP കുറഞ്ഞാലും ആവാമല്ലോ, അല്ലെങ്കിൽ തൈറോയിഡ് പ്രശ്നങ്ങൾ എന്താ, അതുപോലെ ഡയബറ്റിക്, അതൊക്കെ വരും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറയാൻ പോകുന്ന ഈ ലക്ഷണങ്ങളെല്ലാം ഒരു പ്രഗ്നന്റ് ലേഡിക്ക് ഉണ്ടാവില്ല, ഇതിലേതെങ്കിലുമൊക്കെ ഉണ്ടാവും. മാത്രമല്ല, ക്ഷീണം തോന്നുമ്പോൾ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊക്കെ ആവാം. അപ്പോൾ ഇതങ്ങനെയാണ് വിശ്വസിച്ച് പോകരുത്. ഇതൊക്കെയാണ് പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങൾ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബ്രസ്റ്റിന് ചെറിയ തരിപ്പുണ്ടാവും, ശരിക്കും വയറ്റുന്നത് പോവില്ല, ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുകയെന്ന് വെച്ചാൽ യൂറിൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ എപ്പോഴും പാസ് ചെയ്യാൻ ബാത്റൂമിലേക്ക് കുറേ പ്രാവശ്യം പോകും. ഇതൊക്കെ സാധാരണ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ടിട്ട് കാണുന്ന ഒരു പ്രഗ്നൻ്റ് ആണ് തുടങ്ങുന്ന കാര്യത്തിൽ ഉണ്ടാകുന്നത്. ഓക്കെ, പോരാത്തതിന് ചില ഫുഡിൻ്റെ ടേസ്റ്റും സ്മെല്ലും തീരെ പറ്റില്ല. വന്നാൽ തന്നെ വൊമിറ്റ് ചെയ്യും. അത് രണ്ടാമത് ഞാൻ പറയും വൊമിറ്റിങ്. ആദ്യമായിട്ട് ഞാൻ പറയുന്നത് നമ്മുടെ പീരിയഡ്സ് മാറും, പീരിയഡ്സ് നിൽക്കും. കാരണം ഈസ്ട്രോജനും പ്രൊജസ്ട്രോണൊക്കെ ഹോർമോൺസ് കൂടുന്നതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ പീരിയഡ്സ് നിന്നിട്ട് ക്ഷീണം വന്നിട്ട് നമ്മുടെ ബ്രസ്റ്റിൽ ടിംഗ്ലിംഗ് സെൻസേഷൻ വന്നിട്ട് എപ്പോഴും യൂറിൻ പാസ് ചെയ്ത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായി, അതായത് വയറ്റ് നോക്കാതെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടായി, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഡോക്ടറെ അടുത്തെത്തുന്നത്. പിന്നെ എല്ലാവരും പറയുന്നത് നമ്മൾ രണ്ടാമത്തെ കാര്യം, അതായത് ഏമ്പക്കല്ല, എന്താ പറയുക, മനംപുരട്ടലും ഛർദിയും, നോസിയ ആൻഡ് വോമിറ്റിംഗ് എന്ന് പറയുന്ന മനംപുരട്ടലും ഛർദിയും. ഈ സംഭവം ശരിക്കും പറഞ്ഞാൽ 2 ആഴ്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ. 2 ആഴ്ച തൊട്ട് 4 മാസം വരെയാണ് ഈ വോമിറ്റിങ്ങിൻ്റെ പീരിയഡ്. 2 ആഴ്ച കഴിഞ്ഞിട്ട് 4 മാസം വരെ. ഓക്കെ, 4 മാസം എന്നാൽ 4 × 4 16 വീക്സ്. എനിവേ, എന്തായിരുന്നാലും ഇത് ചിലപ്പോൾ ചിലർക്ക് കൂടും, ഭയങ്കരമായിട്ട് കൂടും. ചിലർക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും, ചിലത് ഇതിന് നടുവിലേ കാരണം. ഈ നടുവിലാവുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ഇവർക്ക് വേണ്ട ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക, ഭക്ഷണം കുറച്ച് കൊടുക്കുക. അതാണ് അതിന് പറ്റിയത്. സ്മാൾ മീൽസ്, അത് റെഗുലർ ഇൻ്റർവെൽസ്. പിന്നെ ഇത് നന്നായി കൂടും. ചിലർക്ക് ഭയങ്കരമായിട്ട് വോമിറ്റിംഗ്, ചിലർക്ക് തീരെ വോമിറ്റിംഗ് ഉണ്ടാവാതിരിക്കാം. എന്നിരുന്നാലും നല്ല വോമിറ്റിംഗ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഹോസ്പിറ്റലൈസ് ചെയ്യണം. എന്നിട്ട് IV ഫ്ലൂയിഡ്, അതായത് ഗ്ലൂക്കോസ് കൊടുക്കണം. അല്ലാതെ ഫുഡ് കഴിച്ചാൽ അപ്പോൾ ഛർദിക്കുകയാണെങ്കിൽ വേറെ വഴിയില്ലല്ലോ. ആൻറ്റിയമിറ്റിക്, അതായത് ഛർദിക്കെതിരെയുള്ള മരുന്ന് കൊടുക്കണം. പോരാത്തതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ പേഷ്യൻറ്റിന് എന്തുണ്ടാവും എന്നറിയോ? ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ജലനഷ്ടം ഉണ്ടാകും. കുറേ വൊമിറ്റ് ചെയ്യുമ്പോൾ കുറേ വെള്ളം പോകില്ലേ, ക്ഷീണിച്ചിരിക്കും ഈ പേഷ്യൻ്റ് അല്ല. പ്രഗ്നൻസി ഒരിക്കലും ഒരു ഡിസീസ് അല്ല. പ്രഗ്നൻസി ഈസ് എ ഫിസിയോളജിക്കൽ കണ്ടീഷൻ, ഒരു കണ്ടീഷനാണ്. അപ്പോൾ നല്ല ഡീഹൈഡ്രേഷൻ ഉണ്ടാവും, അതുപോലെ വെള്ളം നിർജ്ജലീകരണം ഉണ്ടാവും. പോരാത്തതിന് ഈ ലെഡിയിൽ നമുക്കറിയാലോ, ന്യൂട്രിയൻസ് ഒന്നും കിട്ടാതെ വെയിറ്റ് ലോസ് ഉണ്ടാവും, അതായത് ഭാരം കുറഞ്ഞിരിക്കും. So we have to hospitalize the patient in case of hyperemesis gravidarum എന്ന് പറയുന്ന, അതായത് സിവിയർ ആയിട്ട് വൊമിറ്റ് ചെയ്യുന്നൊരു കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലൈസ് ചെയ്യാം. അല്ലെങ്കിൽ ഇത് സെൽഫ് കൺട്രോളബിൾ ആണ്. ഓക്കെ, ഇനി
മൂന്നാമതായിട്ട് ഞാൻ ബ്രസ്റ്റിൽ എന്തൊക്കെ ചേഞ്ച് ഉണ്ടാവുന്ന പറയുന്നത്. ബ്രസ്റ്റിൽ ഈ ഹോർമോൺസ് ആയിട്ടുള്ള പ്രൊജസ്ട്രോൺ, ഈസ്ട്രോജൻ ഒക്കെ ആക്ട് ചെയ്തിട്ട് മോർ ആൻഡ് മോർ മിൽക്ക് പ്രൊഡ്യൂസിങ് ഗ്രന്ഥികൾ ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ബ്രസ്റ്റിൽ ഒരു ടെൻഡർനെസ്, ചെറിയ പെയിൻ ഉണ്ടാവും. എന്നതിനൊക്കെ പുറമേ ആയിട്ട് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ചിലപ്പോൾ ഈ പ്രഗ്നൻ്റ് ആവുന്ന ടൈമിൽ തന്നെ എന്ത് ചെയ്യും, കൊളസ്ട്രം എന്ന് പറയുന്ന ഫസ്റ്റ് ഫോംഡ് മിൽക്ക്, ആദ്യം ഉണ്ടാകുന്ന മിൽക്ക് വരും. ഇതിൽ നിറയെ പ്രോട്ടീനും നമ്മുടെ കുട്ടിക്ക് വേണ്ട ആൻറ്റിബോഡീസാണ് ഉള്ളത്. കൊളസ്ട്രോൾ ഉണ്ടാവും, ചെറിയ പെയിൻ ഉണ്ടാവും. ഓക്കെ, അടുത്തത് നാലാമത്തത് ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണ്. അതായത് 4 മാസം മുതൽ 5 മാസം വരെ കുട്ടിയുടെ അനക്കം, 4 മാസം എന്ന് പറയുമ്പോൾ 4 × 4 16, 16 വീക്സ് ടു 20 വീക്സ്, കുട്ടിയുടെ അനക്കം ഇങ്ങനെ ശരിക്ക് അറിയും. ക്യുക്കനിങ് എന്നാണ് അതിന് പറയാം. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത്, പീരിയഡ്സ് പോവും, പിന്നെ ബ്രസ്റ്റിൽ ചേഞ്ചസ് വരും, പിന്നെ സാധാരണ ഉണ്ടാകുന്ന അസോസിയേറ്റഡ് സിംറ്റംസ് ഒക്കെ ഉണ്ട്. നോസിയ, വോമിറ്റിംഗ് എന്ന് പറയുന്ന വോമിറ്റിംഗ് ഉണ്ട്. ഇപ്പോൾ അമ്നോറിയ എന്ന് പറയുന്ന പീരിയഡ്സ് പോകുന്നത്, പിന്നെ വോമിറ്റിംഗ്, പിന്നെ എന്താ പറയുക ബ്രസ്റ്റ് ചേഞ്ചസ് അടുത്ത് പറഞ്ഞു. പിന്നെ ബോഡി ടെമ്പറേച്ചർ, അതായത് ശരീരത്തിൻ്റെ ചൂട് കുറച്ച് കൂടും പ്രഗ്നൻ്റ് ആകുമ്പോൾ. 0.5 ഡിഗ്രി സെൽഷ്യസ്, 0.5 ഡിഗ്രി, അതായത് 98.5 ആണ് ഫാരൻഹീറ്റ് ആണ് നോർമലെങ്കിൽ, ഒരു 0.5 ഒന്നുപോലും ഇല്ല, ചെറിയൊരു ചൂട് അധികമായിരിക്കും. അത് പ്രഗ്നൻ്റ് ആവുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. പിന്നെ അടുത്ത അടയാളം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുഖവും കവിളൊക്കെ ആകെ കരുവാളിച്ച് വരും. എന്ന് മാത്രമല്ല ബ്രസ്റ്റിൻ്റെ നിപ്പിള് ഡാർക്കനാവും. എന്നതിന് പുറമെ ഇതൊക്കെ നമ്മുടെ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ലേബർ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ചെയ്യും കേട്ടോ. എന്ന് മാത്രമല്ല നമ്മുടെ പുക്കിൾ തൊട്ടിട്ട് താഴ്ഭാഗത്തേക്ക് ഒരു ബ്ലാക്ക് ലൈൻ അല്ല ഡാർക്ക് ലൈൻ ഉണ്ടാവും. ഇതിന് ലീനിയ നൈഗ്ര എന്നൊക്കെയാണ് പറയാം. എന്തൊക്കെയായാലും ഡാർക്കനിങ് ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. ഇത് ലേബർ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി റിവേഴ്സ് ചെയ്യും. പിന്നെ നമ്മുടെ പ്രൈവറ്റ് പാർട്സിൽ പല ചേഞ്ചുകളും ഉണ്ടാവും. അതായത് ബ്ലൂയിഷ് ഡിസ്കളറേഷൻ എന്ന് പറയും, അത് ബ്ലൂ കളറാവും. എന്നതിന് പുറമെ സോഫ്റ്റ് ആവും. ഇതിനെ ചാഡ്വിക് സൈൻ, ഹെഗാസ് സൈൻ ഒക്കെ എന്ന് പറയും. സിംപ്ലി പറയുകയാണെങ്കിൽ ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ഉണ്ടാവും, ബ്ലൂ കളറാവും. പിന്നെ എന്ത് ചെയ്യും, സോഫ്റ്റ് ആവും. പിന്നെ ഇത് റിലാക്സ്ഡ് ആയിട്ട് കുറച്ച് ഡയലേറ്റ് ചെയ്യും. റിലാക്സ് ചെയ്യുമെന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരു കാര്യം കൂടി പറയണം. അതായത് നമ്മുടെ ഇടുപ്പിൻ്റെ ഭാഗത്തെ എല്ലുകൾ എന്ത് ചെയ്യും, കൂടുതൽ റിലാക്സ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഡെലിവറി ടൈമിൽ കുട്ടി പോകാൻ വേണ്ടിയിട്ട് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് പോകണം. ഇതൊക്കെ പ്രഗ്നൻസി ടൈമിൽ നടക്കുന്ന ചേഞ്ചുകളാണ്. ഇതിനൊക്കെ പുറമേ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ വജൈനൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത്, അത് പ്രൈവറ്റ് പാർട്സിലൂടെ, സ്വകാര്യ ഭാഗങ്ങളിലൂടെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കുറഞ്ഞ ഡിസ്ചാർജ്, നീര് വരവൊക്കെ ഉണ്ടാവും. അത് പ്രഗ്നൻസിയുടെ നോർമൽ ആണ്. അത് അമിതമായാൽ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. പിന്നെ നമ്മുടെ യൂട്രസ് വീർക്കും, വലുതാവും, റിലാക്സ് ചെയ്യും. അത് എന്ത് സംഭവം എന്ന് വെച്ചാൽ വയറ് വീർക്കാൻ വേറെയും കുറേ കാരണങ്ങളുണ്ട്. വയറ്റിൽ നിന്ന് പോയില്ലെങ്കിൽ അസൈറ്റിസ് പോലുള്ള വയറിൽ നീർക്കെട്ടുണ്ടാവുക, അങ്ങനെ കുറേ കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാം, വയറ് വീർക്കാം. പക്ഷേ ഇത് ക്യാരക്ടറിസ്റ്റിക് ആണ്. നമുക്ക് യൂട്രസിനെ എങ്ങനെ തട്ടി പാൽപ്പേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തടവി നോക്കിയാൽ നമ്മുടെ കുട്ടിയുടെ കിടപ്പൊക്കെ ശരിക്കും മനസ്സിലാവും. അത് നമ്മുടെ ഈ സ്കാനിങ് ഒന്നും ഇല്ലാത്ത കാലത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു ഡോക്ടേഴ്സ് ഡിറ്റക്ട് ചെയ്തിരുന്നത്. പിന്നെ പിന്നെ കുറേ പ്രഗ്നൻസി കുറേ കഴിയുമ്പോൾ നമുക്ക് യൂട്രസ് കൺട്രാക്ട് ചെയ്യും, നമ്മുടെ യൂട്രസ് സങ്കോചിക്കും. ഇത് സങ്കോചിക്കുന്ന 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ലേബർ പെയിൻ ആണെങ്കിൽ നല്ല പെയിൻ ഉണ്ടാവും. ചിലത് 7 മന്ത് തൊട്ട്, അതായത് 7th മന്ത് തൊട്ടിട്ട് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ 7ാം മാസം തൊട്ടിട്ട് ചെറിയ കൺട്രാക്ഷൻസ് മദേഴ്സിന് ഫീൽ ചെയ്യും. പക്ഷെ ആ കൺട്രാക്ഷൻസ് വേദന ഇല്ലെങ്കിൽ എന്താ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ അത് ലേബർ പെയിൻ അല്ല, ബ്രാഡ്സൺ ഹിക്സ് കൺട്രാക്ഷൻ എന്നൊക്കെയാണ് ഇതിന് പറയാം. അതായത് പെയിൻലെസ് ആയിട്ട്, പെയിൻ ഇല്ലാതെ ചില കൺട്രാക്ഷൻസ് ഉണ്ടാവും. അതൊരിക്കലും ലേബർ പെയിൻ അല്ല. ഓക്കെ, ഇനി ഡോക്ടറെ അടുത്ത് എത്തുമ്പോൾ ഡോക്ടർ എങ്ങനെയാണ് ഈ പ്രഗ്നൻസി ഉറപ്പിക്കുന്നതെന്ന് കൺഫേം ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. ആദ്യമായിട്ട് ഡോക്ടർ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് നടത്തും. യൂറിനിൽ ബീറ്റ എച്ച് സി ജി എന്ന കെമിക്കൽ ഉണ്ടോ എന്നാണ് ഡോക്ടർ നോക്കുക. അപ്പോൾ യൂറിൻ നമ്മൾ മോർണിംഗിൽ ഫസ്റ്റ് സാമ്പിൾ തന്നെ കൊടുക്കണം. ആ സാമ്പിളിൽ നമുക്ക് ബീറ്റ എച്ച് സി ജി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പോസിറ്റീവ് ആണെങ്കിൽ, സിംപ്ലി പോസിറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യും, അത് പ്രഗ്നൻ്റ് ആണെന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ബീറ്റ എച്ച് സി ജി ബ്ലഡിൽ ഉണ്ടെങ്കിലും പ്രഗ്നൻ്റ് എന്ന് മനസ്സിലാക്കുക. അത് കുറച്ചും കൂടി ആക്യുറേറ്റ് ആണ്. ബീറ്റ എച്ച് സി ജി ബ്ലഡ് എടുത്തിട്ട് ടെസ്റ്റ് ചെയ്താലും എന്ത് ചെയ്യും, പ്രഗ്നൻസി അറിയാൻ പറ്റും. രണ്ടാമതായിട്ട് ഡോക്ടർ അതിന് മുമ്പ് ചെയ്ത് നോക്കുന്നത് യൂട്രസ് ശരിക്കും തപ്പി നോക്കിയിട്ട് അതിൻ്റെ ലിയോപോൾസ് മാനോവർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതായത് നമ്മുടെ കിടപ്പും കാര്യങ്ങളൊക്കെ, അത് കുറച്ച് പ്രഗ്നൻസി കുറച്ച് വീക്സ് കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും, ലാസ്റ്റ് പാർട്ട് ഓഫ് ദിസ് പ്രഗ്നൻസി. പിന്നെ ആ ലാസ്റ്റ് പാർട്ട് തന്നെ ഡോക്ടർക്ക് ഒരു പ്രത്യേക സ്കാനിങ് പോലുള്ള മെഷീൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് അറിയാൻ പറ്റും. കുട്ടിക്ക് ജീവനുണ്ടോ ഇല്ല എന്നൊക്കെ അങ്ങനെയാണ് തിരിച്ചറിയുന്നത്. അങ്ങനെ തിരിച്ചറിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ
ഈ കുട്ടിയുടെ കിടപ്പും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ധാരണ അത് കിട്ടും. ഈ സ്കാനിങ്ങിൽ കിട്ടും, നോട്ട് ഇൻ ഫീറ്റൽ ഹാർട്ട് സൗണ്ട്. അതായത് സ്കാനിങ് ചെയ്യുമ്പോൾ അത് ലാസ്റ്റ് പറയുന്നത് സ്കാനിങ് ആണ്. അത് എല്ലാപ്പോഴും എടുക്കുക. അതാണ് ഏറ്റവും ഗോൾഡൻ സ്റ്റാൻഡേർഡ്. കുട്ടിക്ക് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നമുക്ക് സ്കാനിങ്ങിലൂടെ അറിയാൻ പറ്റും ഏകദേശം. അതിന് പുറമെ എത്ര പ്രായമായിരിക്കുന്നു, അതായത് നമ്മളിപ്പോൾ എത്ര ആഴ്ചയായി എത്ര മാസമായി എന്ന് സ്കാനിങ്ങിലൂടെ അറിയാൻ പറ്റും. പോരാത്തതിന് കുട്ടി ആണാണോ പെണ്ണാണോ അറിയാൻ പറ്റും. ബട്ട് ഇറ്റ് ഈസ് ഇല്ലീഗൽ ഇൻ ഇന്ത്യ ബട്ട് ലീഗൽ ഇൻ GCC കൺട്രീസ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് വീണ്ടും കിട്ടും. ലൈക്ക് അടിക്കണം, വ്യൂസ് എല്ലാവർക്കും ഷെയർ ചെയ്യണം. അങ്ങനെ ഞാൻ വീണ്ടും കാണാം. താങ്ക് യു.